Next topic, limit state of cracking. Cracking is a very common phenomenon observed in reinforced concrete structures. The tensile strength of concrete is very low, so it is liable to crack even under small loads. ഇപ്പോൾ ക്രാക്കിംഗ് നമുക്ക് കോമൺ ആയിട്ട് ബിൽഡിങ്സിലും അതിൻ്റെ കമ്പോണൻസിലൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. ക്രാക്സ് ഫോം ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് പൂർണ്ണമായിട്ടും 100% ക്രാക്ക് ഒഴിവാക്കുക എന്നുള്ളത് നമുക്ക് പറ്റുന്ന കാര്യമല്ല, അത്ര എഫക്റ്റീവായിട്ട് പറ്റുന്ന കാര്യമല്ല. എന്നാൽ ആ ക്രാക്കിൻ്റെ വിഡ്ത്ത്, ആ ഫോം ചെയ്യുന്ന ക്രാക്കിൻ്റെ വിഡ്ത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് കൂടുന്നില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. ഓക്കെ, അതിൻ്റെ മെയിൻ ഒരു കാരണം കോൺക്രീറ്റ് ക്രാക്ക് ആവുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ആണ് അല്ലേ. കോൺക്രീറ്റ് ഈസ് സ്ട്രോങ് ഇൻ കംപ്രഷൻ ബട്ട് വീക്ക് ഇൻ ടെൻഷൻ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ടെൻഷൻ വരുന്ന പാർട്ടിലേക്കാണ് കോൺക്രീറ്റ് അധികവും ക്രാക്ക് ആവുക. ഇപ്പോൾ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടം സോണിലേക്കാണ് ക്രാക്ക് ആവാനുള്ള സാധ്യത കൂടുതൽ വരിക. ഒരു സിംപ്ലി സപ്പോർട്ടിൽ അല്ലെങ്കിൽ ഒരു നോർമലി നമ്മളെ ബിൽഡിങ്ങിലുള്ള ബീംസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലോഡ് മേലെ നിന്ന് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ ബോട്ടം സോണിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും, അത് ക്രാക്ക് ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, cracking not only affect the appearance but also affect the durability of the structure. അപ്പം അപ്പിയറൻസ് മാത്രമല്ല, ഓക്കെ, അതായത് ആ കാണുമ്പം ഒരു വൃത്തികേടാണ് ക്രാക്കായി കിടക്കുന്നത് അല്ലേ. എന്നാൽ അത് മാത്രമല്ല, ആ ക്രാക്ക് അവിടെ ഫോം ചെയ്തുകൊണ്ട് ഭാവിയിലേക്ക് അത് ഫെയിലിയറിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ സ്ട്രക്ചർ എത്ര വർഷത്തേക്കാണോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്രയും വർഷം നിലനിൽക്കാനുള്ള സാഹചര്യം അവിടെ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. Okay, as per IS 456-2000, the cracking of concrete should not adversely affect the appearance and durability of the structure. അപ്പം IS 456-2000 പറയുന്നത് ഈ ക്രാക്കിംഗ് അതിൻ്റെ അപ്പിയറൻസിനെയും അതുപോലെ തന്നെ ഡ്യൂറബിലിറ്റിനെയും ബാധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രകാരമാണ് IS 456-2000 ഇതിൻ്റെ ഡിസൈൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്രാക്ക് വിഡ്ത്ത് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് വിട്ടിട്ട്, അതായത് ഒരു പർട്ടിക്കുലർ ആ ക്രാക്ക് വിഡ്ത്ത് കൂടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ഡിസൈനിൽ ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ കൂടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മളതിൽ അത് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യും ക്രാക്കിൻ്റെ കേസ്. For this, the code has prescribed the acceptable limits of the crack width under working loads. ക്രാക്ക് വിഡ്ത്ത് ഒരു പർട്ടിക്കുലർ MMനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളത് കോഡ് പറയുന്നുണ്ട്. ദീസ് ലിമിറ്റ്സ് വേരി വിത്ത് ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ദ എൻവയറമെൻറ്റൽ കണ്ടീഷൻസ് ഓഫ് ദ പ്ലേസ്. അപ്പം ഈ ലിമിറ്റ് എന്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ ടൈപ്പ്, ഏത് ടൈപ്പ് സ്ട്രക്ചറാണെന്നുള്ള ബേസ് ചെയ്തിട്ട്, അതായത് എന്ത് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ ഇപ്പം ബ്രിഡ്ജസ് ആണെങ്കിൽ, ബിൽഡിങ്സ് ആണെങ്കിൽ, ഓക്കെ, അതുപോലെ അതിൽ പബ്ലിക് ബിൽഡിംഗ് ആണോ, ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണോ, അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടും, അതുപോലെ തന്നെ എൻവയറമെൻറ്റൽ കണ്ടീഷൻ, ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ഇപ്പം എൻവയറമെൻറ്റൽ കണ്ടീഷൻ പറയുകയാണെങ്കിൽ മൈൽഡ്, മോഡറേറ്റ്, വെരി സിവിയർ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടും ആണ് ആ ക്രാക്ക് വിഡ്ത്തിൻ്റെ ലിമിറ്റ് കോഡിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. If the crack width falls within these limits, then it may be safely assumed that the cracks will not affect the durability of the structure. അപ്പോൾ ഈ ലിമിറ്റിൻ്റെ അകത്താണ് ക്രാക്ക് വിഡ്ത്ത്, അല്ലെങ്കിൽ ആ ലിമിറ്റിൻ്റെ പുറമേക്ക് ആ ക്രാക്ക് വിഡ്ത്തിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ ക്രാക്ക് വിഡ്ത്ത് കൂടിയിട്ടില്ലെങ്കിൽ അത് സേഫാണ്, അല്ലെങ്കിൽ അത് ഡ്യൂറബിൾ ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതായത് ഡ്യൂറബിലിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. Various acceptable limits of crack width as per IS 456-2000 clause 35.3.2 are as follows. അപ്പം അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, ഓക്കെ, ക്രാക്ക് വിഡ്ത്തിൻ്റെ അക്സെപ്റ്റബിൾ ലിമിറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. ദ സർഫസ് ക്രാക്ക് വിഡ്ത്ത് ഷുഡ് നോട്ട് ബി മോർ ദാൻ 0.3 mm in members where cracking is not harmful and has no adverse effect either on the durability of the structure or on the reinforcement. അപ്പം ക്രാക്കിംഗ് ഹാംഫുൾ ആവാത്ത സിറ്റുവേഷനിൽ, ഓക്കെ, അതായത് മൈൽഡ് കണ്ടീഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മോഡറേറ്റ് കണ്ടീഷൻ വരെ, ഓക്കെ, അത്ര ഹാംഫുൾ അല്ലാതെ വരുന്ന കേസിലൊക്കെ ക്രാക്ക് വിഡ്ത്ത് 0.3 mm വരെ ആവാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പം ചില കേസിൽ അകത്തൊക്കെ വരുന്ന ബിൽഡിങ്ങിൻ്റെ കമ്പോണൻ്റ് ആയിരിക്കാം, ഓക്കെ, അപ്പോൾ എൻവയറമെൻറ്റലുമായിട്ട് അധികം എക്സ്പോഷർ ആവുന്നില്ല, അല്ലെങ്കിൽ അധികം എക്സ്പോസ് ആവുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ക്രാക്ക് വിഡ്ത്ത് 0.3 mm വരെ ആവാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ലിമിറ്റിൻ്റെ അകത്ത് 0.3 mm അകത്ത് നിന്ന് കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ ഡ്യൂറബിൾ ആയിരിക്കും എന്നുള്ളതാണ് കോഡ് പറയുന്നത്.
in members which are exposed continuously to moisture or harmful weather or in contact with soil or groundwater, the crack width should not exceed 0.2 mm. ഓക്കെ, ഇപ്പം മോയ്സ്ചറുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോണ്ടാക്റ്റ് വരുന്ന കേസിൽ, അല്ലെങ്കിൽ ആ ക്ലൈമറ്റിക് കണ്ടീഷൻ കുറച്ച് റഫാണ്, അതായത് അത്ര സ്മൂത്ത് ആയിട്ടുള്ള കണ്ടീഷൻസ് അല്ല, ഒരുപാട് മോയ്സ്ചർ കണ്ടീഷൻ ഒക്കെ അല്ലെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ റെയിനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പം സോയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ ആയിട്ടൊക്കെ കോണ്ടാക്റ്റ് വരുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ അല്ലെങ്കിൽ കമ്പോണൻ്റ് ആണെങ്കിൽ ക്രാക്ക് വിഡ്ത്ത് 0.2 കൂടാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോർമൽ കണ്ടീഷനിലാണെങ്കിൽ അത് 0.3 mm കൂടാൻ പാടില്ല. ഇപ്പം മോയ്സ്ചറുമായിട്ട് കണ്ടിന്യൂസ് കോണ്ടാക്റ്റ് വരുന്ന കേസ്, അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന കേസ്, സോയിലുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന കേസിലൊക്കെ അത് 0.2 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ് കോഡ് പറഞ്ഞിരിക്കുന്നത്. For structure in very aggressive environment such as severe listed in table 3 of IS 456-2000. അപ്പം സിവിയർ ആയിട്ടുള്ള എൻവയൺമെൻറ്റൽ കണ്ടീഷനിൽ വരുന്നത്, ഓക്കെ, ആ ടേബിൾ 3യിൽ സിവിയർ കണ്ടീഷനിൽ അതിന് മേലോട്ട് വരുന്ന വെരി അഗ്രസീവ് എൻവയൺമെൻറ്റൽ കണ്ടീഷനിൽ വരുന്ന കേസിലൊക്കെ സർഫസ് ക്രാക്ക് വിഡ്ത്ത് 0.1 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അത്ര ഇപ്പം വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ സ്ട്രക്ചറിൻ്റെ അകത്തൊക്കെ വരുന്നത്, അതായത് ഉള്ളിൽ പുറമേ ഉള്ള ക്ലൈമറ്റിക് കണ്ടീഷനുമായിട്ട് കോണ്ടാക്റ്റ് വരാത്ത കേസിലൊക്കെ ആണെങ്കിൽ, നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് 0.3 mm വരെ ക്രാക്ക് വിഡ്ത്ത് പോവാം. ഇപ്പോൾ മോയ്സ്ചറുമായിട്ടൊക്കെ കോണ്ടാക്റ്റ് വരുന്ന കേസാണെങ്കിൽ, ഓക്കെ, സോയിലോ അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നതാണെങ്കിൽ 0.2 mm വരെ ക്രാക്ക് വിഡ്ത്ത് ആവാം. ഓക്കെ, അതുപോലെ 0.1 mm നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വെരി സിവിയർ കണ്ടീഷനിലാണ്. ഓക്കെ, അതിനേക്കാളും കൂടാതെ നമ്മൾ ചെക്ക് ചെയ്യണം. 0.1 mm കൂടാതെ ക്രാക്ക് വിഡ്ത്ത് വന്നാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഓക്കെ, 0.1 mm കൂടിയാൽ അവിടെ നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, ക്രാക്ക് വിഡ്ത്ത് അക്സെപ്റ്റബിൾ അല്ല, അത് സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഇനി എസ്റ്റിമേഷൻ ഓഫ് ക്രാക്ക് വിഡ്ത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. IS 456-2000 gives the formula for calculation of crack width in Annex F. As per the code, the design surface crack width can be calculated by the following equation. അപ്പം അനെക്സ് എഫിലാണ് ക്രാക്ക് വിഡ്ത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞിട്ടുള്ളത്. അപ്പം ആ അനെക്സ് എഫിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ അവിടെ കാണാൻ പറ്റും ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ആ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസൈൻ സർഫസ് ക്രാക്ക് വിഡ്ത്ത് WCR is equal to 3 ACR epsilon m divided by 1 plus 2 into ACR minus C minimum divided by H minus X. അപ്പോൾ ഇതിൽ ഓരോ ടേം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ACR എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഫ്രം പോയിൻറ്റ് കൺസിഡേർഡ് ടു ദ സർഫസ് ഓഫ് ദ നിയറസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ. ACR എന്ന് പറയുന്നത് ഏത് പോയിൻറ്റിലെ ക്രാക്ക് വിഡ്ത്താണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ, ആ കറസ്പോണ്ടിങ് പോയിൻറ്റ്, ഓക്കെ, ആ കറസ്പോണ്ടിങ് പോയിൻ്റിൽ നിന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള മെയിൻ ബാറിലേക്കുള്ള ഡിസ്റ്റൻസ്, ഏത് ബാറാണ് മെയിൻ ബാറാണ് ആ നമ്മൾ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന പർട്ടിക്കുലർ പോയിൻറ്റിനോട് ചേർന്ന് നിൽക്കുന്നത്, അതിലേക്കുള്ള ഡിസ്റ്റൻസാണ് ACR എന്ന് പറയുന്നത്. C minimum ഈസ് ഈക്വൽ ടു മിനിമം കവർ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ. അതായത് മിനിമം കവർ, അതായത് നമുക്ക് ഇതിന് ക്ലിയർ കവർ എന്ന് പറയാം. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിലേക്കുള്ള മിനിമം കവറാണ് C മിനിമം. ഓക്കെ, എപ്സിലോൺ M ഈക്വൽ ടു ആവറേജ് സ്റ്റീൽ സ്ട്രെയിൻ അറ്റ് ദ ലെവൽ കൺസിഡേർഡ്. അപ്പം സ്റ്റീലിലുള്ള ആവറേജ് സ്ട്രെയിൻ ഏത് പോയിൻറ്റിലെ ഏത് കറസ്പോണ്ടിങ് പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണോ നമ്മൾ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ന്യൂട്രൽ ആക്സിസ് എന്നൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറിയിട്ടായിരിക്കുമല്ലോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആവറേജ് സ്റ്റീൽ സ്ട്രെയിൻ ആണ് എപ്സിലോൺ M എന്ന് പറയുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. H എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ഓഫ് ദ മെമ്പർ, അതായത് ക്യാപിറ്റൽ D. ഇപ്പം ബീമാണെങ്കിൽ നമ്മൾ നോർമലി ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ D എന്ന് എടുക്കുന്നത് പോലെ തന്നെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഡെപ്ത് തന്നെയാണ്. X ഈസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്താണ് X എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ ഓൾറെഡി ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പഠിച്ചിരുന്നു അല്ലേ. X എന്ന് പറഞ്ഞ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ തന്നെയാണ് ക്രാക്ക് വിഡ്ത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരുവിധം എല്ലാ ടേമും അറിയാം അല്ലേ. ഇതിലിപ്പം കുറച്ച് അറിയാത്ത ടേം എന്ന് പറയുന്നത്, അറിയാത്ത ടേം എപ്സിലോൺ M ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് കോഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ആ ACR എന്താണെന്നും C മിനിമം എന്താണെന്നുള്ള ജസ്റ്റ് നോക്കിക്കോ. C മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, ക്ലിയർ കവറാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിലേക്കുള്ള ക്ലിയർ കവറാണ്. അതായത് ഇപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ബോട്ടം സോണിലാണെങ്കിൽ ഒരു ബീമിൽ അതിൻ്റെ ഏറ്റവും ബോട്ടത്തുനിന്ന്
ആ മെയിൻ ബാറിലേക്കുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് സി മിനിമം. ഓക്കെ, ACR എന്ന് പറയുന്നത്, അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു പോയിൻ്റ് ഏറ്റവും ബോട്ടം സോണിലൊരു റൗണ്ടിലൊരു പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടുള്ള കാണാം, പോയിൻ്റ് അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള കാണാം. ആ പോയിൻറ്റിലെ ക്രാക്ക് വിഡ്ത്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ലോഞ്ചിറ്റ്യൂണൽ ബാർ എന്ന് പറയുന്നത് നടുക്കുള്ള ബാറാണ് അല്ലേ. അപ്പോൾ ആ നടുക്കുള്ള ബാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ACR എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പുറത്ത് നിങ്ങൾക്ക് സ്ട്രെയിൻ ഡയഗ്രാം കാണാം. സ്ട്രെയിൻ ഡയഗ്രാം ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് നിങ്ങൾക്ക് കാണാം, എക്സ് എന്ന് പറഞ്ഞ് അവിടെ മാർക്ക് ചെയ്തിട്ടുള്ള കാണാം. FC/EC എന്ന് പറയുന്നത് കോൺക്രീറ്റിൽ വരുന്ന സ്ട്രെയിനാണ്. FS/ES എന്ന് പറയുന്നത് സ്റ്റീലിൽ വരുന്ന സ്ട്രെയിനാണ്. ഓക്കെ, എപ്സിലോൺ എം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എപ്സിലോൺ എം ഈസ് ഈക്വൽ ടു ε1 മൈനസ് B ഇൻറ്റു H-X ഇൻറ്റു A-X ഡിവൈഡ് ബൈ 3ES ഇൻറ്റു AS ഇൻറ്റു D-X. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എപ്സിലോൺ എം കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് WCR, അതായത് ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിൽ നമുക്ക് എപ്സിലോൺ എം മാത്രമേ അറിയാതെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എപ്സിലോൺ എം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഓരോ ടേം എന്താണെന്നുള്ളത് നോക്കാം. വേർ AS ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്. AS എന്ന് പറയുന്നത് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഏരിയ ആണ്. B എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ സെക്ഷൻ അറ്റ് ദ സെൻട്രോയിഡ് ഓഫ് ദ ടെൻഷൻ സ്റ്റീൽ. അതായത് ടെൻഷൻ സ്റ്റീൽ എവിടെയാണോ ഉള്ളത് ആ ടെൻഷൻ സ്റ്റീലിൻ്റെ സെൻട്രോയിഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്താണ്. അപ്പോൾ അത് നോർമലി ഇപ്പോൾ റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ബീമിൻ്റെ വിഡ്ത്ത് തന്നെയാണ് ഇവിടെയും B തന്നെയായിട്ട് വരുന്നത്. ഓക്കെ, ആ റീഇൻഫോഴ്സ്മെൻ്റ് ഉള്ള സ്ഥലത്തിനും ആ ബീമിൻ്റെ വിഡ്ത്തിനും വ്യത്യാസമില്ലല്ലോ, ആ രണ്ട് വിഡ്ത്തിനും തമ്മിൽ വ്യത്യാസമില്ല, സെയിം ആ ബീമിൻ്റെ വിഡ്ത്ത് തന്നെയാണ് B. ഓക്കെ, ε1 ഈക്വൽ ടു സ്ട്രെയിൻ അറ്റ് ദ ലെവൽ കൺസിഡേർഡ് കാൽക്കുലേറ്റഡ് ഇഗ്നോറിങ് ദ സ്റ്റിഫനിങ് ഓഫ് കോൺക്രീറ്റ് ഇൻ ദ ടെൻഷൻ സോൺ. അതായത് ടെൻഷൻ സോണിൽ നമ്മൾ ക്രാക്ക്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിനാണ് ε1. അതായത് ആ ടെൻഷൻ സോണിൽ നമ്മൾ കോൺക്രീറ്റ് തീരെ ടെൻഷൻ എടുക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതേ കൺസിഡറേഷൻ നമ്മൾ എടുക്കുമ്പോൾ ആ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ എവിടെയാണോ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെയിനാണ് ε1 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ε1 എന്താണെന്നുള്ള ക്ലിയർ ആയോ? അതായത് ഇപ്പം ക്രാക്ക്ഡ് സെക്ഷൻ, അതായത് കോൺക്രീറ്റ് ടെൻഷൻ എടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത്. നമ്മൾ മുന്നമേ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ക്രാക്ക്ഡ് സെക്ഷൻ്റെ കേസ്. അപ്പോൾ ആ ക്രാക്ക്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് പോയിന്റിലെ ക്രാക്ക് വിഡ്ത്താണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ വരുന്ന സ്ട്രെയിനാണ് ε1 എന്ന് പറയുന്നത്. ഓക്കെ, A ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഫ്രം ദ കംപ്രഷൻ ഫേസ് ടു ദ പോയിന്റ് അറ്റ് വിച്ച് ദ ക്രാക്ക് വിഡ്ത്ത് ഈസ് ബീയിങ് കാൽക്കുലേറ്റഡ്. A എന്ന് പറയുന്നത് ഇപ്പം കംപ്രഷൻ സോൺ, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ്, ഇപ്പം ബീമാണെങ്കിൽ അതിൻ്റെ മേലെ നിന്ന് താഴോട്ട് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ടെൻഷൻ ബോട്ടത്തിലാണ്, കംപ്രഷൻ ടോപ്പിലാണ്. അപ്പോൾ കംപ്രഷൻ ഫേസിൽ നിന്ന്, അതായത് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ നിന്ന് എവിടെയാണോ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ലെറ്റർ A എന്ന് പറയുന്നത്. ഓക്കെ, D എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് വേണ്ട എല്ലാ ടേംസും ഏകദേശമായി ε1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ഒഴികെ. ഓക്കെ, ഇതിൽ B അറിയാം, H-X, H എന്താണെന്നറിയാം, X എന്താണെന്നറിയാം. X എന്ന് പറഞ്ഞാൽ നേരത്തെ ഓൾറെഡി പറഞ്ഞു ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്താണ്. H എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്താണ്. A എന്ന് പറയുന്നത് ആ കംപ്രഷൻ ഫേസിൽ നിന്ന് ഏത് പോയിന്റിലാണോ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്ത്. ES എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലാണ്, അതായത് 2 × 10⁵ Nm/mm² എന്നുള്ളതാണ് ES. ഓക്കെ, ES എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ. AS എന്ന് പറയുന്നത് ഏരിയ ഓഫ് ടെൻഷൻ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 3 നമ്പർ അല്ലെങ്കിൽ 4 നമ്പർ ഇത്ര MM ബാറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AST നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് തന്നെയാണ് AS. ഓക്കെ, D എന്ന് പറയുന്ന എഫക്റ്റീവ് ഡെപ്ത്ത്, X ന്യൂട്രൽ ആക്സിസ് ഡെപ്ത്ത്. അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ടേം, ഇപ്പോൾ ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു ടേം ε1 ആണ്. അപ്പോൾ ε1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ε1 ഇക്വേഷൻ കോഡിൽ ഉള്ള ഇക്വേഷൻ തന്നെയാണ്. നിങ്ങൾ അനക്സ് F എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, H ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഓവറോൾ ഡെപ്ത് ഓഫ് ദ സെക്ഷൻ ആണ്. X ഡെപ്ത് ഫ്രം കംപ്രഷൻ ഫേസ് ടു ദ ന്യൂട്രൽ ആക്സിസ്, അതായത് ന്യൂട്രൽ ആക്സിസിൻ്റെ ഡെപ്ത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പറയാം. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻ്റിൽ നിന്ന് ന്യൂട്രൽ ആക്സിസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X എന്ന് പറയുന്നത്. ഓക്കെ, FC എന്ന് പറയുന്നത്, FC ഇനി വരാൻ പോകുന്ന ടേമാണ്, അത് നേരത്തെ ഫിഗറിൽ ഞാൻ കാണിച്ചിരുന്നു. ഓക്കെ, FC/EC. അപ്പോൾ FC എന്ന് പറയുന്നത് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ഇൻ ദ കോൺക്രീറ്റ് ആണ്. FS എന്ന് പറയുന്നത് ദ ടെൻസൈൽ സ്ട്രെസ് ഇൻ റീഇൻഫോഴ്സ്മെൻറ്റ്, ടെൻസൈൽ സ്റ്റീലിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ടെൻസൈൽ സ്ട്രെസ്സാണ് FS. ES എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് സ്റ്റീലിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 2 × 10⁵. ഓക്കെ, അപ്പോൾ ഇനി ε1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ
എപ്സിലോൺ 1 എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നുള്ളത് മനസ്സിലാവും. ഇപ്പം ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിൻ്റ്, അതായത് ടെൻഷൻ സോണിൻ്റെ അറ്റത്താണെങ്കിൽ, ഇപ്പോൾ ഞാൻ എപ്സിലോൺ 1 എടുത്തിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്, ഏറ്റവും ബോട്ടം പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന സ്ട്രെയിനാണ് എപ്സിലോൺ 1 എന്ന് പറയുന്നത്, അതായത് ക്രാക്ക്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം, സ്ട്രെയിൻ ഡയഗ്രാം വരച്ചതിൽ കാണാം, ഏറ്റവും ബോട്ടത്തിലാണ് ഞാൻ എപ്സിലോൺ 1 മാർക്ക് ചെയ്തിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏറ്റവും ബോട്ടത്തിലാണെങ്കിൽ, അതായത് ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫൈബറിലാണെങ്കിൽ ഓക്കെ വരുന്ന എപ്സിലോൺ 1ൻ്റെ വാല്യൂ ആണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ വേറെ ഏതെങ്കിലും കറസ്പോണ്ടിങ് പോയിൻ്റ് ചോദിക്കുകയാണെങ്കിൽ, അതായത് ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഇത്ര ഡിസ്റ്റൻസ് മാറിയിട്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടുന്ന് ആ കറസ്പോണ്ടിങ് പോയിന്റിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിൻ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പം നോർമലി എപ്സിലോൺ 1 ഏറ്റവും ഔട്ടർ മോസ്റ്റ് ടെൻഷൻ സോണിൽ തന്നെയാണ് ചോദിക്കാൻ സാധ്യത, അവിടെയാണ് ഏറ്റവും വലിയ ക്രാക്ക് വരാൻ സാധ്യത ഉണ്ടാവുക. ഓക്കെ, അപ്പം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു ഡയഗ്രത്തിൻ്റെ അകത്തുനിന്ന്. അപ്പോൾ സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് ആ ബീമിൻ്റെ ബ്രെഡ്ത്താണ്, എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂട്രൽ ആക്സിസ് ഡെപ്താണ്, എഫ് സി എന്താണെന്നറിയാം, ഇ സി എന്താണെന്നറിയാം, എഫ് എസ് അറിയാം, ഇ എസ് അറിയാം. ഓക്കെ, ഇ സി എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ യങ്സ് മോഡുലസ് ആണ്. ഓക്കെ, ഷോർട്ട് ടേം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് കോൺക്രീറ്റ്. ഓക്കെ, എഫ് എസ് അറിയാം, സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സാണ്. ഇ എസ് അറിയാം. ഓക്കെ, എപ്സിലോൺ 1 കണ്ടുപിടിക്കണം. ഡി എന്ന് പറയുന്ന എഫക്റ്റീവ് ഡെപ്താണ്, എച്ച് എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്താണ്. ഓക്കെ, അപ്പോൾ സിമിലർ ട്രയാങ്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ബോട്ടത്തിലുള്ള സ്ട്രെയിൻ ഡയഗ്രത്തിൻ്റെ ബോട്ടത്തിലുള്ള ആ ട്രയാങ്കിൾ വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്സിലോൺ 1 ബൈ അനദർ ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ച് മൈനസ് എക്സ് എന്നുള്ള വരും അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് എസ് ബൈ ഇ എസ് ഡിവൈഡഡ് ബൈ ഡി മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, അതായത് നമ്മുടെ ഈ വലിയ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ബോട്ടത്തിലുള്ള ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഏറ്റവും എപ്സിലോൺ 1 വിഡ്ത്ത് വരുന്ന ആ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എപ്സിലോൺ 1 ആണ്. ബേസ് ഡിവൈഡ് ബൈ ഹൈറ്റ് ചെയ്യാം. അപ്പം എപ്സിലോൺ 1 ഡിവൈഡ് ബൈ ഹൈറ്റ് എന്ന് പറയുന്ന ആ ട്രയാങ്കിളിൻ്റെ എച്ച് മൈനസ് എക്സ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതായി അതേ വാല്യൂ തന്നെയായിരിക്കും നമ്മൾ ആ ചെറിയ ട്രയാങ്കിൾ എഫ് എസ് ബൈ ഇ എസ് എന്ന് പറയുന്ന സൈഡ് വരുന്ന ട്രയാങ്കിളും ഇതേ രീതിയിൽ എഴുതുകയാണെങ്കിൽ, അപ്പോൾ എഫ് എസ് ബൈ ഇ എസ് ഡിവൈഡ് ബൈ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി മൈനസ് എക്സ് എന്നുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സിമിലർ ട്രയാങ്കിൾ എപ്സിലോൺ 1 ഡിവൈഡഡ് ബൈ എച്ച് മൈനസ് എക്സ് ഓക്കെ ഈക്വൽ ടു എഫ് എസ് ബൈ ഇ എസ് ഡിവൈഡ് ബൈ ഡി മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് എസ് ഇൻറ്റു എച്ച് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഇ എസ് ഇൻറ്റു ഡി മൈനസ് എക്സ്. എച്ച് മൈനസ് എക്സ് എന്നുള്ളത് ആർ എച്ച് എസിലേക്ക് വന്നപ്പം ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയായിട്ട് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എഫ് എസിൻ്റെ വാല്യൂ വേണം. എഫ് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഇപ്പോൾ എഫ് എസ് എന്ന് പറയുന്ന സ്ട്രെസ്സാണ് അല്ലേ, ബെൻഡിങ് സ്ട്രെസ്സാണ്, ബെൻഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെസ്സാണ്. അപ്പം ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തിയറി ഓഫ് സിമ്പിൾ ബെൻഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, എം ബൈ ഐ ഈസിക്വൽ ടു സിഗ്മ ബൈ വൈ ഈസിക്വൽ ടു ഇ ബൈ ആർ. അതിൽ സിഗ്മ എന്ന് പറയുന്ന ടേമാണ് സ്ട്രെസ്. ഓക്കെ, അപ്പോൾ ആ സ്ട്രെസ്സിൻ്റെ സ്ഥാനത്ത് എഫ് എസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റീലിൻ്റെ ടേംസിലുള്ള ആ സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ എം എന്ന് പറയുന്ന ബെൻഡിങ് മൊമെൻ്റ് ആണ്. എം ബൈ ഐ ഈസിക്വൽ ടു എഫ് എസ് ബൈ വൈ എന്നുള്ളത് നമുക്ക് അവിടെ എഴുതാൻ പറ്റും. വൈ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ന്യൂട്രൽ ആക്സിസ് എന്നുള്ള ഏത് പോയിൻ്റാണോ കൺസിഡർ ചെയ്യുന്നത് ആ പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഫ് എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ എഫ് എസ് ഈസ് ഈക്വൽ ടു എം വൈ ഡിവൈഡഡ് ബൈ ഐ എന്ന് പറയുന്ന മൊമെൻറ്റ് ഓഫ് ഇനേഷ്യാണ്. ഇവിടെ ക്രാക്ക്ഡ് സെക്ഷൻ്റെ ഐ ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു എപ്സിലോൺ 1 കണ്ടുപിടിക്കുന്ന ക്രാക്ക്ഡ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ ഐ ആർ നമ്മൾ ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എം വൈ ഡിവൈഡ് ബൈ ഐ ആർ എന്നുള്ളതായിരിക്കും എഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പോൾ അവിടെ മോഡുലാർ റേഷ്യോ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടി വേണം, അത് കോൺക്രീറ്റിൻ്റെ ടേംസിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ സ്റ്റീലിൻ്റെ സ്ട്രെയിനെ കോൺക്രീറ്റിൻ്റെ ടേംസിലേക്ക് നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് എം വെച്ച് മോഡുലാർ റേഷ്യോ വെച്ച് അവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എഫ് എസ് ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് എസ് ബൈ വൈ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എഫ് എസ് എടുക്കുന്നത്. ദാറ്റ് ഈസ് എം ഇൻറ്റു വൈ ഡിവൈഡ് ബൈ ഐ എന്ന് പറയുന്ന ഐ ആർ ഇൻറ്റു മോഡുലാർ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ വൈ എന്ന് പറയുന്നത് ഡി മൈനസ് എക്സ് ആണ് അല്ലേ, വൈ എന്ന് പറയുന്നത് ഡി മൈനസ് എക്സ് ആണ്. നിങ്ങൾക്ക് കാണാം വൈ എന്ന് പറയുന്നത് ഡി മൈനസ് എക്സ് ആയിരിക്കും ആ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്.
ഓക്കെ, സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂട്രൽ ആക്സിസിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് D-X ആണ്. ഓക്കെ, FS ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം ആ സ്റ്റീൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സ്റ്റീലിൻ്റെ സ്ട്രെസ്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ Y എന്ന് പറയുന്നത് സ്റ്റീൽ ലൊക്കേറ്റ് ചെയ്തിട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ Y എന്ന് പറയുന്നത് D-X. IR എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട് അല്ലേ, BX³/3 + M × AST × D-X². അതിൽ M എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ M എന്ന് പറയുന്ന മോഡുലാർ റേഷ്യോ, M എന്ന് പറയുന്നത് ക്യാപിറ്റൽ M എന്ന് പറയുന്ന വർക്കിംഗ് ലോഡ് മൊമെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ε1 കാൽക്കുലേറ്റ് ചെയ്യുന്ന പഠിച്ചല്ലോ. ഓക്കെ, അപ്പോൾ ε1 കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഈ എമ്മിൻ്റെ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിലെല്ലാ ടേംസും നമുക്കറിയാം. ε1 നമ്മളിപ്പം കണ്ടുപിടിച്ചു. അപ്പോൾ ε1 നമുക്ക് കിട്ടും. ε1 കിട്ടിയതിന് ശേഷം WCRൻ്റെ ഇക്വേഷനിൽ ε1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രാക്ക് വിഡ്ത്തും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ഇക്വേഷൻ കോഡിലുണ്ട്. 1-2 ഇക്വേഷൻ, ചെറിയ ഇക്വേഷൻസ് മാത്രമേ ഓർത്തിരിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കാം. എന്നിട്ട് ഈ കോഡിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് ക്രാക്ക് വിഡ്ത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. എ സിംപ്ലി സപ്പോർട്ടഡ് ബീം 500 mm by 700 mm having a span of 6 meter is reinforced with 5 numbers of 25 mm diameter bars on the tension side. അപ്പോൾ ആ ബീമിൻ്റെ ഓക്കെ ബ്രെഡ്ത്ത് 500 mm അതുപോലെ തന്നെ അതിൻ്റെ ഓവറോൾ ഡെപ്ത്ത് 700 mm നമുക്കിവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ B 500 mm, ക്യാപിറ്റൽ D 700 mm. ഓക്കെ, ഹാവിങ് എ സ്പാൻ ഓഫ് 6 meter. ഓക്കെ, L അല്ലെങ്കിൽ LE എന്ന് പറഞ്ഞാൽ നമുക്കെടുക്കാം. 6 meter ആണ് അതിൻ്റെ സ്പാൻ. ഈസ് റീഇൻഫോഴ്സ്ഡ് വിത്ത് 5 numbers of 25 mm diameter bars on the tension side. അപ്പോൾ AST നമുക്ക് തന്നു, അതായത് 5 numbers of 25 mm എന്ന് പറയുമ്പോൾ 5 × π × 25² / 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST കിട്ടും. ഓക്കെ, ദ ബീം ഈസ് സബ്ജക്റ്റഡ് ടു എ വർക്കിംഗ് ലോഡ് മൊമെൻറ്റ് ഓഫ് 300 kN അറ്റ് ദ സെൻറ്റർ ഓഫ് സ്പാൻ. അപ്പം വർക്കിംഗ് ലോഡ് മൊമെൻറ്റ് നമുക്ക് തന്നു M. ഓക്കെ, ഇത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആയതുകൊണ്ട്, അതായത് നമ്മൾ ഇപ്പോൾ ക്രാക്ക് വിഡ്ത്തും അതുപോലെ തന്നെ ഡിഫ്ലക്ഷനും വരുന്നത് വർക്കിംഗ് ലോഡ്സിലായതുകൊണ്ട്, ഓക്കെ, നമ്മളിവിടെ വർക്കിംഗ് ലോഡ് മൊമെൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുക. ഓക്കെ, ഇപ്പോൾ ലോഡാണ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ മൊമെൻ്റ് ആക്കി മാറ്റിയാൽ മതി, ഫാക്ടർ ചെയ്യേണ്ട, വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ആയതുകൊണ്ട്. ഓക്കെ, വർക്കിംഗ് ലോഡ്സിൽ ക്രാക്ക് വിഡ്ത്തും ഡിഫ്ലക്ഷനും ഫോം ആവുന്നത് കൊണ്ട്. ഓക്കെ, അപ്പം ഇവിടെ വർക്കിംഗ് ലോഡ് മൊമെൻറ്റ് ക്യാപിറ്റൽ M എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി, MU അല്ല. ഓക്കെ, M 300 kN ആണ് സെൻറ്ററിൽ വരുന്നത്, അതായത് മാക്സിമം ബെൻഡിങ് മൊമെൻ്റ് ആണ്. എഫക്റ്റീവ് കവർ ഈസ് ഈക്വൽ ടു 50 mm. അപ്പോൾ എഫക്റ്റീവ് കവർ തന്നിട്ടുണ്ട്. ഓക്കെ, എഫക്റ്റീവ് കവറാണ് തന്നിട്ടുള്ളത് D'. ഓക്കെ, D' ആണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് 50 mm എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഡിസൈൻ സർഫസ് ക്രാക്ക് വിഡ്ത്ത് അറ്റ് ദ ഫോളോയിങ് ലൊക്കേഷൻ. അപ്പോൾ കാൽക്കുലേറ്റ് ദ ഡിസൈൻ സർഫസ് ക്രാക്ക് വിഡ്ത്ത് അറ്റ് ദ ഫോളോയിങ് ലൊക്കേഷൻ ഇഫ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 സ്റ്റീൽ ഈസ് യൂസ്ഡ്. അപ്പോൾ ക്രാക്ക് വിഡ്ത്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് താഴെ പറഞ്ഞിരിക്കുന്ന ലൊക്കേഷൻസിലൊക്കെ. ഇതൊക്കെ FCK20, FY415. അപ്പോൾ ഏതൊക്കെ ലൊക്കേഷനിലാണെന്ന് നമുക്ക് നോക്കാം. അറ്റ് ദ ബോട്ടം കോർണർ ഓൺ ദ ടെൻഷൻ ഫേസ്. ഓക്കെ, ടെൻഷൻ ഫേസിൻ്റെ അതായത് ഏറ്റവും ബോട്ടത്തിൽ ഉള്ള കോർണർ. ഓക്കെ, ഏറ്റവും ബോട്ടത്തിലെ കോർണറിൽ വരുന്ന ക്രാക്ക് വിഡ്ത്ത്. ഓക്കെ, അതായത് ആ ബീമിൻ്റെ ബോട്ടത്തിലുള്ള കോർണറിൽ വരുന്ന ക്രാക്ക് വിഡ്ത്ത്. ഓക്കെ, രണ്ടാമത്തത് അണ്ടർ ദ മിഡിൽ ബാർ ഓൺ ദ ടെൻഷൻ ഫേസ്. ഓക്കെ, അപ്പം ഏറ്റവും ബോട്ടത്തിലുള്ള ടെൻഷൻ ഫേസ് തന്നെ, ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫേസിൽ തന്നെ നടുക്കുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് 5 numbers ഉണ്ടെങ്കിൽ അതിൻ്റെ നടുക്കുള്ള ബാറുണ്ട്. ആ നടുക്കുള്ള ബാറിൻ്റെ ബോട്ടത്തിലായിട്ട് ടെൻഷൻ ഫേസിലായിട്ട് വരുന്ന ക്രാക്ക് വിഡ്ത്ത്. ഓക്കെ, മൂന്നാമത്തത് അറ്റ് എ പോയിൻറ്റ് മിഡ്വേ ബിറ്റ്വീൻ 2 bars ഓൺ ദ ടെൻഷൻ ഫേസ്. അപ്പം ടെൻഷൻ ഫേസിൽ ഏതെങ്കിലും 2 ബാറിൻ്റെ മിഡിലായിട്ട്, ഓക്കെ, ടെൻഷൻ ഫേസിൽ അതായത് ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിൻറ്റിൽ ഏതെങ്കിലും 2 റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്റർ പോയിൻറ്റ്, ഏറ്റവും ബോട്ടത്തിൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫേസിൽ ക്രാക്ക് വിഡ്ത്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ 3 കേസ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. എല്ലാം ടെൻഷൻ ഫേസ് തന്നെയാണ്, ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ടെൻഷൻ ഫേസ് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ ACR വാല്യൂ ഡിഫറെൻ്റ് ആവും അല്ലേ. ACR എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻറ്റിലേക്കുള്ള എവിടെയാണോ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉള്ളത്, ആ പോയിൻ്റിൽ നിന്ന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ACR. ഓക്കെ, അപ്പോൾ ACR വാല്യൂ ഇവിടെയൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഗിവൺ ഡാറ്റ B = 500 mm, ക്യാപിറ്റൽ D = 700 mm.
LE is equal to 6 meter, AST 2454.369 mm square, capital M is equal to 300 kilonewton meter and D dash is equal to 50 mm. അപ്പോൾ സ്മോൾ ലെറ്റർ D എന്ന് പറയുന്നത് എത്രയായിരിക്കും? 700 മൈനസ് 50 അല്ലേ, ദാറ്റ് ഈസ് 650 mm. FCK is equal to 20 Newton per mm square, FY 415 Newton per mm square. ഓക്കെ, അപ്പോൾ ഇനി ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം. അപ്പോൾ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ WCR is equal to 3 ACR into epsilon m divided by 1 plus 2 into ACR minus C minimum divided by H minus X. Okay, ACR is different for different position. Okay, C minimum എന്ന് പറയുന്ന മിനിമം കവർ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ ആണ്. ഓക്കെ, അപ്പം മിനിമം കവർ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ബാർ. എഫക്റ്റീവ് കവർ നമുക്ക് 50 mm തന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിൻ്റിൽ നിന്ന് ആ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് മിനിമം കവർ ഓക്കെ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 എന്ന് പറയുന്ന എഫക്റ്റീവ് കവറാണ്, റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് അറ്റത്തേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് കവറിൻ്റെ അകത്ത് നിന്ന് എന്ത് മൈനസ് ചെയ്യണം? റീഇൻഫോഴ്സ്മെൻറ്റ് ഡയൻ്റെ ഹാഫ് മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ C minimum is equal to 50 minus 25/2, that is 37.5 mm. അപ്പോൾ C minimum ഒക്കെ ACR ഒക്കെ ഞാൻ ഫിഗറിൽ തിയറി പറഞ്ഞിരുന്നു. അപ്പോൾ C minimum 37.5 ആണ്, അതായത് ക്ലിയർ കവറാണ് C minimum വരിക. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ് നമുക്ക് അത് കണ്ടുപിടിക്കാം. ബാറുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ നമുക്ക് ഉള്ള ബീമിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 500 ആണ്. ഓക്കെ, അപ്പം ബാറിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ഈ ബീൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ആ സൈഡിലേക്ക് വരുന്ന കവറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എഫക്റ്റീവ് കവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് 500. അപ്പോൾ നമുക്കത് ഒഴിവാക്കാം. ഓക്കെ, രണ്ട് സൈഡിൽ നിന്നുള്ള 50. ഓക്കെ, അതായത് എഫക്റ്റീവ് കവർ 50 നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 500 മൈനസ് ലെഫ്റ്റ് സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിലേക്ക് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 50, റൈറ്റ് സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് റൈറ്റ് സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 50. അപ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിന്ന്, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യത്തെ റീഇൻഫോഴ്സ്മെൻറ്റ് സെൻറ്ററിന്ന് റൈറ്റ് സൈഡിലുള്ള റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 4 സ്പേസിങ്ങാണ് വരിക. സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഇനി ഉള്ളത് നോക്കിക്കഴിഞ്ഞാൽ 4 എണ്ണം വരും. ഫസ്റ്റ് ബാറിന്ന് സെക്കൻഡ് ബാറിലേക്ക് 1, സെക്കൻഡ് ബാറിന്ന് തേർഡ് ബാറിലേക്ക് 1, തേർഡ് ബാറിന്ന് ഫോർത്ത് ബാറിലേക്ക് 1, ഫോർത്ത് ബാറിന്ന് ഫിഫ്ത്ത് ബാറിലേക്ക് 1. ഓക്കെ, അങ്ങനെ ടോട്ടൽ 5 സ്പേസിങ് വരും. സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് നമുക്ക് അവിടെ കാണാം. അപ്പം അത് എത്ര ഡിസ്റ്റൻസാണ് ആ സ്പേസിങ് 4 ഡിവൈഡ് ആവുന്നത്? 500 മൈനസ് രണ്ട് സൈഡിൽ നിന്നും എഫക്റ്റീവ് കവർ മൈനസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 500 മൈനസ് 50 അതായത് 400 mm ആണ് 4 ആയിട്ട് ഡിവൈഡായി വരുന്നത്. അപ്പം 500 മൈനസ് 50 ഡിവൈഡ് ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ബാർസ് ആയി. ഓക്കെ, ദാറ്റ് ഈസ് 100 mm. S is equal to 100 mm കിട്ടും. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിൽ നമുക്ക് ACR ഓരോ ലൊക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. എപ്സിലോൺ M കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ C minimum നമ്മൾ കണ്ടുപിടിച്ചു. C minimum എന്ന് പറയുന്നത് 37.5 ആണ്. H എന്ന് പറയുന്ന ഓവറോൾ ഡെപ്ത് ആണ്. X എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആണ്. അപ്പോൾ H എന്ന് പറയുന്ന ഓവറോൾ ഡെപ്ത് ആണ്. ഓവറോൾ ഡെപ്ത് ഇവിടെ 700 mm ആണ്. ഓക്കെ, H is equal to overall depth of the section, that is equal to 700 mm. ഇനി ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് X കാണാനുള്ള ഇക്വേഷൻ bx²/2 is equal to m into AST into d minus x എന്നുള്ള ഇക്വേഷനാണ്. ഓക്കെ, അപ്പം ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M എന്ന് പറയുന്ന 280 ഡിവൈഡ് ബൈ 3 ഇൻറ്റു സിഗ്മ CBC നമ്മൾ ഓൾറെഡി ഡിഫ്ലക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ സിഗ്മ CBC എന്ന് പറയുന്നത് 7 ആണ് അല്ലേ. സിഗ്മ CBC എന്ന് പറയുന്നത് 7 ആണ്. അപ്പം 280 ബൈ 3 ഇൻറ്റു സിഗ്മ CBC ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 13.333 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, M നമുക്ക് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 500 ഇൻറ്റു x² ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 13.333 ഇൻറ്റു 2454.369 AST ഇൻറ്റു d മൈനസ് എക്സ്. d 650 ആണ്. 650 മൈനസ് എക്സ്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ 233.49 എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് X ആയി, ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ആയി. ഇനി എപ്സിലോൺ M കണ്ടുപിടിക്കാം. അപ്പോൾ എപ്സിലോൺ M കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കോഡിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു b ഇൻറ്റു h മൈനസ് എക്സ് ഇൻറ്റു a മൈനസ് എക്സ് ഡിവൈഡ് ബൈ 3 ഇൻറ്റു ES ഇൻറ്റു AS ഇൻറ്റു d മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ 1 വരുന്നത് എവിടെയായിരുന്നു?
അതായത് ഏത് പോയിന്റിലാണ് നമ്മൾ ക്രാക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്, ഏത് ലൊക്കേഷനിലാണ് കണ്ടുപിടിക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എപ്സിലോൺ 1 വരിക അല്ലേ. അപ്പോൾ എപ്സിലോൺ 1 എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏതാണ്, ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫൈബറിൽ തന്നെയാണ് അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ, അതായത് സ്ട്രെയിൻ ഡയഗ്രത്തിൽ നിന്ന് സിമിലർ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് വെച്ച് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ഇക്വേഷൻ. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫൈബർ ആയതുകൊണ്ട് ആ സെയിം ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു എഫ് എസ് ഇൻറ്റു എച്ച് മൈനസ് എക്സ് ഡിവൈഡ് ബൈ ഇ എസ് ഇൻറ്റു ഡി മൈനസ് എക്സ്. അപ്പോൾ എഫ് എസ് എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരുന്നു എം വൈ ഡിവൈഡ് ബൈ ഐ ആർ ഇൻറ്റു എം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് എപ്സിലോൺ 1 കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആദ്യം എഫ് എസ് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് മൊമെൻറ്റ് തന്നിട്ടുണ്ട് അല്ലേ, വർക്കിംഗ് ലോഡ് മൊമെൻറ്റ് 300 kN/m തന്നിട്ടുണ്ട്. വൈ എന്ന് പറയുന്നത് ഡി മൈനസ് എക്സ് ആണ്. ഡി മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ 650 ആണ്. ഡി എക്സ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 233.49. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ 416.51 mm എന്ന് പറഞ്ഞ് കിട്ടും വൈ. ഓക്കെ, ഇനി ഐ ആർ കണ്ടുപിടിക്കണം. ഐ ആർ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ. ഐ ആർ ഈക്വൽ ടു ബി എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എം ഇൻറ്റു എ എസ് ടി ഇൻറ്റു ഡി മൈനസ് എക്സ് സ്ക്വയർ. അതാണ് ഐ ആർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം ഐ ആറിൻ്റെ വാല്യൂ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ടേംസ് ആയിട്ട് ഇക്വേഷൻ എപ്സിലോൺ എം കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഓരോ ടേംസ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്സിലോൺ 1 ആണ് നമുക്കറിയാത്തത്, അതിൻ്റെ ഇക്വേഷൻ എഴുതി. അപ്പോൾ അതിൽ എഫ് എസ് അറിയില്ല, എഫ് എസിൻ്റെ ഇക്വേഷൻ എഴുതി. അപ്പോൾ അതിൽ എം അറിയാം, ക്യാപിറ്റൽ വൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, സ്മോൾ ലെറ്റർ എം നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഐ ആറിൻ്റെ വാല്യൂ ഇനി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഐ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 500. ഓക്കെ, അതായത് ബി ഇൻറ്റു എക്സ് ക്യൂബ് 233.49 ക്യൂബ്, അതായത് എക്സ് ന്യൂട്രൽ ആക്സിസ് ഡെപ്ത് ഡിവൈഡ് ബൈ 3 പ്ലസ് എം 13.33 ഇൻറ്റു എ എസ് ടി 2454.369 ഇൻറ്റു ഡി മൈനസ് എക്സ് സ്ക്വയർ 650 മൈനസ് 233.49 സ്ക്വയർ. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആർ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ക്രാക്ക്ഡ് സെക്ഷൻ ഈസ് ഈക്വൽ ടു 7798.547 ഇൻറ്റു 10⁻⁶ mm⁻⁴ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ അതിൽ എഫ് എസ് എന്ന് പറയുന്നത്, ഓക്കെ, എഫ് എസ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഐ ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഐ ആറിൻ്റെ വാല്യൂ വെച്ചിട്ട് എഫ് എസ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ എഫ് എസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എം ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ഐ ആർ ഇൻറ്റു എം എന്നുള്ളതാണ്. ഓക്കെ, ക്യാപിറ്റൽ എം ഇൻറ്റു വൈ ഡിവൈഡഡ് ബൈ ഐ ആർ ഇൻറ്റു സ്മോൾ ലെറ്റർ എം, അതായത് മോഡുലാർ റേഷ്യോ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പം എഫ് എസിൻ്റെ വാല്യൂ, എഫ് എസ് വാല്യൂ ഈക്വൽ ടു ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് 300 ഇൻറ്റു 10⁻⁶ ആണ് ന്യൂട്ടൺ എം എമ്മിലേക്ക് കൺവേർട്ട് ചെയ്തത്. അപ്പം കാരണം ഐ ആർ എന്ന് പറയുന്നത് mm⁻⁴ ഉള്ളത്. ഓക്കെ, അതേപോലെ എം എമ്മിലാണ് നമ്മളെ വൈ എന്ന് പറയുന്ന ടേം ഉള്ളത്. ഓക്കെ, അപ്പോൾ 300 ഇൻറ്റു 10⁻⁶ ഇൻറ്റു വൈ 416.51 ഡിവൈഡഡ് ബൈ ഐ ആർ എന്ന് പറയുന്നത് 7798.547 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 13.33. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എഫ് എസ് ഈക്വൽ ടു 213.629 Nm/mm² എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ എഫ് എസിൻ്റെ വാല്യൂ നമുക്കായി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ എപ്സിലോൺ 1ൻ്റെ വാല്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ എപ്സിലോൺ 1 ഈസ് ഈക്വൽ ടു 213.629, അതായത് എഫ് എസ് ഇൻറ്റു എച്ച് അല്ലേ. എച്ച് എന്ന് പറയുന്നത് 700 ആണ്. 700 മൈനസ് എക്സ്, അതായത് 233.49 ഡിവൈഡഡ് ബൈ ഇ എസ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീലാണ് 2 ഇൻറ്റു 10⁵ Nm/mm². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻറ്റു ഡി മൈനസ് എക്സ് എന്നുള്ളതാണ്. 650 ആണ് ഡി മൈനസ് എക്സ് 233.49. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എപ്സിലോൺ 1 നമുക്ക് കിട്ടി 1.196 ഇൻറ്റു 10⁻⁻3. എപ്സിലോൺ 1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്സിലോൺ എം കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1.196 ഇൻറ്റു 10⁻⁻3 minus 500 into 700 minus 233.49 into 700 minus 233.49 divided by 3 into 2 into 10⁵ into 2454.369 into 650 minus 233.47. ഓക്കെ, അപ്പം നമ്മൾ ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എപ്സിലോൺ എം ഈസ് ഈക്വൽ ടു എപ്സിലോൺ 1 മൈനസ് ബി ഇൻറ്റു എച്ച് മൈനസ് എക്സ് ഇൻറ്റു എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ 3 ഇ എസ് എ എസ് ഇൻറ്റു ഡി മൈനസ് എക്സ് എന്ന് പറയുന്ന ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അപ്പോൾ ആ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്സിലോൺ എം ഈസ് ഈക്വൽ ടു 0.0010185 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.0185 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞു കിട്ടും എപ്സിലോൺ എം. ഓക്കെ, അപ്പോൾ എപ്സിലോൺ എം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ക്രാക്ക് വിഡ്ത്തിൻ്റെ ഇക്വേഷനിലേക്ക് പോവാം. ഇനി അതിൻ്റെ അകത്ത് അൺനോൺ ആയിട്ടുള്ളത് എ സി ആർ വാല്യൂ ആണ്.
ഓക്കെ. അപ്പോൾ ACR വാല്യൂ നമുക്ക് ഓരോരോ കേസായിട്ട് കണ്ടുപിടിക്കണം. നമുക്കിവിടെ കേസ് 1, കേസ് 2, കേസ് 3 ഉണ്ട് അല്ലേ, 3 സ്ഥലത്തെ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേസ് 1 എടുക്കാം. കേസ് 1 പറഞ്ഞിരിക്കുന്നത് ക്രാക്ക് വിഡ്ത്ത് അറ്റ് ദ ബോട്ടം കോർണർ ഓഫ് ദ ടെൻഷൻ ഫേസ് ആണ്. ഓക്കെ. അപ്പം WCRൻ്റെ ഇക്വേഷൻ 3ACR × εm ഡിവൈഡ് ബൈ 1 + 2 × ACR - C minimum ഡിവൈഡ് ബൈ H - X. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാനായിട്ടുള്ളത് ACRൻ്റെ വാല്യൂ മാത്രമാണ്. അപ്പോൾ ACRൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ. അപ്പോൾ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്രാക്ക് വിഡ്ത്ത് അറ്റ് ദ ബോട്ടം കോർണർ ഓൺ ദ ടെൻഷൻ ഫേസ് ആണ്. അപ്പം ബോട്ടം കോർണർ ഓൺ ദ ടെൻഷൻ ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അവിടെ ഏറ്റവും കോർണറിൽ. ഓക്കെ, ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ ആ കോർണർ പോയിന്റ് അവിടെ നിന്ന് ഏരോ മാർക്ക് ഇട്ടിട്ട് ഞാൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ACR എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള കാണാം. അതായത് ഈ ബോട്ടം കോർണറിൽ നിന്ന് നെക്സ്റ്റ് അതിനോട് ചേർന്ന് നിൽക്കുന്ന റീഇൻഫോഴ്സ്മെൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, നിയറസ്റ്റ് റീഇൻഫോഴ്സ്മെൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ACR എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോർണർ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതായത് ടെൻഷൻ സോണിലെ കോർണർ. ഓക്കെ, അവിടുന്ന് റീഇൻഫോഴ്സ്മെൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് ACR. അപ്പോൾ ACR നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. അപ്പം ACR എന്ന് പറയുന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസാണ് അല്ലേ. അപ്പം നമുക്കിവിടെ ഈ കോർണറിന്ന് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 50 mm ആണെന്നുള്ളത് അറിയാം. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തു. അതാണ് ബേസ് ആയിട്ട് വരുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലിയർ കവറാണ് അല്ലേ, ആ റീഇൻഫോഴ്സ്മെൻറ്റിലേക്കുള്ള ക്ലിയർ കവറാണ്. അത് 37.5 mm എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ACR എന്ന് പറയുന്നത് √50² + 37.5² എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ACR വാല്യൂ എന്ന് പറയുന്നത് കേസ് 1 62.5 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ 62.5 ACRൻ്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ WCR ക്രാക്ക് വിഡ്ത്ത്, ആ ബോട്ടം കോർണറിൽ ഫോം ചെയ്യുന്ന ക്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്, ഓക്കെ, ആ ക്രാക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.172 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആൻസറായി ക്രാക്ക് വിഡ്ത്ത് 0.172 mm ആയി. രണ്ടാമത്തെ കേസ് ക്രാക്ക് വിഡ്ത്ത് അണ്ടർ ദ മിഡിൽ ബാർ ഓൺ ദ ടെൻഷൻ ഫേസ്. അതായത് മിഡിൽ ബാർ, ഇപ്പോൾ ടോട്ടൽ 5 നമ്പർ ഓഫ് ബാർസ് ഉണ്ട്. അപ്പോൾ ആ ബാറിൻ്റെ ആ 5 ബാറുകളുടെ നടുക്ക് വരുന്ന ബാർ, മൂന്നാമത്തെ ബാറിൻ്റെ താഴെ വരുന്ന, അതായത് ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫേസിലെ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫൈബറിലെ വരുന്ന ക്രാക്ക് വിഡ്ത്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ നമുക്ക് പൊസിഷൻ നോക്കാം. ഇവിടെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ACR എന്ന് പറയുന്നത് ഈ 5 ബാറിൻ്റെ മിഡിലിൽ വരുന്ന ബാർ. ഓക്കെ, 5 ബാറുകളിൽ മിഡിൽ ബാർ, ആ മിഡിൽ ബാറിന്ന് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ടെൻഷൻ ഫൈബറിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ACR. അപ്പോൾ ACR എത്രയാണ് വരിക നമുക്കറിയാം അല്ലേ. ഇവിടെ വരുന്നത് ക്ലിയർ കവർ തന്നെ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ACR = ക്ലിയർ കവർ എന്ന് പറയുന്നത് 37.5 mm ആണ് കേസ് 2. ഓക്കെ. അപ്പോൾ കേസ് 2 എന്ന് പറയുന്ന ക്രാക്ക് വിഡ്ത്ത് അണ്ടർ ദ മിഡിൽ ബാർ ഓൺ ദ ടെൻഷൻ ഫേസ്. ടെൻഷൻ ഫേസിൽ മിഡിൽ ബാറിൻ്റെ താഴെയായിട്ട് വരുന്ന ക്രാക്കിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ ഇക്വേഷൻ WCR = 3ACR εm ഡിവൈഡ് ബൈ 1 + 2 × ACR - C minimum ഡിവൈഡ് ബൈ H - X ആണ്. അതിൽ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ACRൻ്റെ സ്ഥാനത്ത് 37.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.1145 mm എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ കേസിലുള്ള ക്രാക്ക് വിഡ്ത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി മൂന്നാമത്തെ കേസ്. ഓക്കെ, ക്രാക്ക് വിഡ്ത്ത് അറ്റ് എ പോയിൻറ്റ് മിഡ്വേ ബിറ്റ്വീൻ 2 ബാർസ് ഓൺ ടെൻഷൻ ഫേസ്. അതായത് 2 ബാറുകൾ തമ്മിൽ, അതായത് മെയിൻ ബാർസ്, ഓക്കെ, 2 മെയിൻ ബാർസിൻ്റെ സെൻറ്ററിൽ വരുന്ന പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെൻഷൻ ഫേസിൽ, ഓക്കെ, വരുന്ന ക്രാക്ക് വിഡ്ത്താണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ക്രാക്ക് വിഡ്ത്ത് അറ്റ് എ പോയിൻറ്റ് മിഡ്വേ ബിറ്റ്വീൻ 2 ബാർസ്. അതായത് ഇപ്പോൾ 2 ബാറുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് 100 ആണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു അല്ലേ. അതായത് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ ഒരു ബാറിൻ്റെ സെൻറ്ററിൽ നിന്ന് 50 മാറിയിട്ട് വരുന്ന ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ 2 ബാറിന് 50 മാറിയിട്ട് വരുന്ന 50 mm മാറിയിട്ട് വരുന്ന പോയിൻ്റാണ് മിഡ്വേ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയായിട്ട്, അതായത് ടെൻഷൻ ഫേസിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ക്രാക്കിൻ്റെ വിഡ്ത്താണ് കേസ് 3 ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫിഗർ കാണാം. ഇവിടെ ACR ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2 ബാറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 100 ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണാം. അപ്പോൾ ഈ 2 ബാറിൻ്റെയും മിഡിൽ, അതായത് ടോട്ടൽ 100 ആണെങ്കിൽ 50 mm മാറിയിട്ട് വരുന്ന പോയിൻറ്റിലായിരിക്കും നമ്മൾ ക്രാക്ക് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ആ പോയിൻ്റ് ഞാനവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ACR മാർക്ക് ചെയ്തിട്ടുള്ള ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, 50 mm മാറിയിട്ടുള്ളൊരു പോയിൻ്റ് അവിടെ ഉണ്ട്. അവിടുന്ന് ACR എന്ന് പറയുമ്പോൾ അവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ACR എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നെയാണ്. അതായത് 50 mm ആണ് അതിൻ്റെ ബേസിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അതേപോലെ ഹൈറ്റ് എന്ന് പറയുന്നത് 37.5 mm ആണ്.
ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലിയർ കവർ തന്നെയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ബേസ് 50, ഹൈറ്റ് 37.5. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് നേരത്തെ പോലെ തന്നെ 50² + 37.5² ആണ്. അപ്പോൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 62.5 mm കിട്ടും. അപ്പോൾ ഇവിടെ ഈ മൂന്നാമത്തെ കേസിൽ ക്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.172 mm, സെയിം ആസ് ഫസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. അതായത് 3 കേസിലും വരുന്ന ക്രാക്ക് വിഡ്ത്ത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്കൊരു കാര്യം കൂടിയും ചെയ്ത് നോക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ക്രാക്ക് വിഡ്ത്ത് ആസ് പെർ IS 456 പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് ക്രോസ് ചെയ്തോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് എൻവയോൺമെൻറ്റൽ കണ്ടീഷനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മാക്സിമം വരാവുന്ന ക്രാക്ക് വിഡ്ത്ത് വെച്ചിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു മാത്രം. ഇൻ കേസ് നിങ്ങൾക്ക് എക്സ്പോഷർ കണ്ടീഷനോ അല്ലെങ്കിൽ മാക്സിമം വരാവുന്ന ക്രാക്ക് വിഡ്ത്ത് എത്രയും തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കുറവാണെന്നുള്ളത് നമ്മളവിടെ ഉറപ്പ് വരുത്തുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് മാക്സിമം ക്രാക്ക് വിഡ്ത്തിൻ്റെ എബവ് 3 കേസസ്. അപ്പോൾ ഇവിടെ വരുന്ന മാക്സിമം ക്രാക്ക് വിഡ്ത്ത് വെച്ചിട്ടാണ് ഞാൻ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കേസിൽ വരുന്ന മാക്സിമം ക്രാക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.172 mm ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ എഴുതി. ഇൻ ജനറൽ ക്രാക്ക് വിഡ്ത്ത് ഷുഡ് നോട്ട് എക്സീഡ് 0.3 mm. അപ്പോൾ ജനറലായിട്ട് ക്രാക്ക് വിഡ്ത്ത് കോഡിൽ പറയുന്ന ഒരു കാരണവശാലും 0.3-നേക്കാളും ഒരിക്കലും കൂടാൻ പാടില്ല. ഏറ്റവും മൈൽഡായിട്ടുള്ള കണ്ടീഷനിലും 0.3 mm-നേക്കാളും ക്രാക്ക് വിഡ്ത്ത് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മാക്സിമം ഉള്ള കണ്ടീഷൻ 0.3 mm. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന ക്രാക്ക് വിഡ്ത്ത് 0.172 mm. ജനറലി വരാവുന്ന മാക്സിമം, കോഡ് പ്രകാരം വരാവുന്ന മാക്സിമം ക്രാക്ക് വിഡ്ത്ത് 0.3 mm ആണ്. അപ്പോൾ ഇവിടെ 0.3 mm-നേക്കാളും കൂടിയിട്ടില്ല. ഹിയർ 0.172 mm ഈസ് ലെസ് ദാൻ 0.3 mm. അതായത് 172 0.3-നേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫോം ചെയ്യുന്ന ക്രാക്ക് വിത്തിൻ ദ അക്സെപ്റ്റബിൾ ലിമിറ്റാണ്. അതായത് ആ ലിമിറ്റ് ക്രോസ് ചെയ്തിട്ടില്ല, സേഫ് ആയിരിക്കും, അതായത് ഡ്യൂറബിൾ ആയിരിക്കും. ഓക്കെ, അതായത് ഡ്യൂറബിലിറ്റീനെ ബാധിക്കുന്നില്ല ഈ ഫോം ചെയ്യുന്ന ക്രാക്ക് എന്നുള്ളതാണ്. ഹെൻസ് സേഫ് ഇൻ ഫോർമേഷൻ ഓഫ് ക്രാക്സ്. അപ്പോൾ ഇതാണ് കൺക്ലൂഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നമ്മൾ മൊത്തം കഴിഞ്ഞു. ചെക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഒന്നും തന്നില്ലെങ്കിൽ കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അതായത് 0.3 mm-നേക്കാളും കൂടുന്നില്ല എന്നുള്ള ഉറപ്പ് വരുത്തിയാൽ മതി, വേറെ എക്സ്പോഷർ കണ്ടീഷനോ അല്ലെങ്കിൽ മാക്സിമം അലവബിൾ ആയിട്ടുള്ള ക്രാക്ക് വിഡ്ത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നില്ലെങ്കിൽ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.